ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ മന്ദാരച്ചേലിന്റെ ആൽബത്തിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് രേണുസുതി ചെയ്ത ഏപ്പടത്തെ പോലും വെല്ലുന്ന തരത്തിലുള്ള സീൻ എല്ലാവരും കണ്ടു കഴിഞ്ഞിരുന്നു അല്ലെ. അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോയും ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിച്ചു, മാന്യമായ പ്രൊജക്ട് ചെയ്തുകൂടെ രേണുസുതി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ, സിനിമയിൽ ഇതിലും കൂടുതൽ വെല്ലുന്ന സീനുകൾ അഭിനയിക്കുന്നുണ്ടല്ലോ, അതൊന്നും കണ്ട് നിങ്ങൾക്കൊന്നും പറയാനില്ലേ ചോദിച്ചു. ശരിയാണ്, പക്ഷെ അവർ വന്ന് നിന്നുകൊണ്ട് കേരളത്തെ ഞാൻ കത്തിക്കാൻ പോവാണ്, ഞങ്ങൾ നല്ല വൾക്കറായിട്ടുള്ള സീൻ തന്നെ ഞങ്ങൾക്ക് ഇതാ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരും വന്ന് സജീവ ചർച്ചയാകാൻ ആരും ആഗ്രഹിക്കുന്നില്ല. അവർ അഭിനയിച്ചു, അവർ പോകുന്നു, അവർ പ്രൊമോഷന് വേണ്ടി വരുന്നു. പക്ഷെ രേണു ചെയ്യുന്നത് എന്താണ്? സജീവ ചർച്ച. ദിവസവും നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും യൂട്യൂബിൽ കൂടുതൽ നെഗറ്റീവായിട്ട് പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന രേണു തന്നെയാണ്. ഇപ്പൊ തന്നെ ഇതാ പുതിയ ഒരു സംഭവം വന്നിട്ടുണ്ട്. SP വ്ളോഗ്സ് എന്ന് പറയുന്ന ആളിതാ ഇങ്ങനെ ഇരിക്കുന്ന ഒരുത്തി എന്നൊക്കെ പറഞ്ഞ് മുഖമൊക്കെ ചുളിച്ച് പിടിച്ച് പറയുന്നുണ്ട്. എന്തിനാണ് അവരുടെ മുഖം അങ്ങനെയാണെങ്കിൽ എന്തിനാണ് രേണുവിന്റെ മുഖം എങ്ങനെയുണ്ട്? രേണു ആർട്ടിഫിഷ്യാലിറ്റി ഓരോന്ന് ചെയ്തിട്ടല്ലേ മുഖം ആരുടെ എന്ത് തന്നെ ആയാലും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാൻ പാടില്ല. പക്ഷെ ആർട്ടിഫിഷ്യലായി ചെയ്തിട്ട് മുഖം നല്ല ഫേസ് നല്ല ഭംഗി വെപ്പിച്ചു മറ്റുള്ളവരുടെ മുഖം ഇങ്ങനെയാണ് എന്ന് പറയുന്നതിൽ ഒട്ടും യോജിപ്പില്ല. ഇനിയിപ്പോ രേണുവിനെ തന്നെ പല്ലി പാറ്റ എന്നൊക്കെ വിളിക്കുന്നത് എനിക്ക് യോജിപ്പില്ല. കാരണം എന്താണ്? അതൊക്കെ ദൈവം കൊടുക്കുന്നതാണ്. ഇപ്പൊ രേണു അതൊന്നും അല്ല കേട്ടോ. രേണു അതൊക്കെ മേലെ വലിയ വലിയ സ്റ്റാർ ആയി തീർന്നു. ഇനി താത്തയുടെ മകനെ കെട്ടാൻ ഞാൻ പോയിട്ടില്ലല്ലോ, എന്തിനാണ് ആ സാധനത്തിന് ഞാൻ കണ്ടിട്ട് പോലും ഇല്ല എന്ന് പറയുന്നത്. അത് ഷെഫീന ബീവി അതുപോലെ SP വ്ളോഗ്സ് ആണ് ഏറ്റവും അധികം രേണുസുതിയെ എടുത്തിട്ട് അലക്കുന്നത് എന്നാണ് രേണുസുതി പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഷെഫീന ബീവി എന്ന് പറയുന്ന ആളുടെ മകനെ ഞാൻ കെട്ടാൻ പോയിട്ടില്ല. പിന്നെ എന്തിനാണ് ആ സാധനത്തിനെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല, എനിക്കറിയില്ല. എന്നെ നിക്കർ വിധവ എന്ന് പറയുന്നു. എനിക്ക് അവരാണ് ആ പേര് ചാർത്തി തന്നത്. എനിക്കിഷ്ടായി, പക്ഷെ ഞാൻ ബിക്കിനി ഇടില്ല. ഇനിയും എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകളൊക്കെ ഞാൻ ഇട്ട് നടക്കും. ഓരോ കളറും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ചുവപ്പ്, പച്ച, മഞ്ഞ, ഇത്രയും ബിക്കിനി അല്ല, ഈ ട്രൗസേഴ്സ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഈ നിക്കർ ഇട്ടുകൊണ്ട് തന്നെയാണ് ഞാൻ നടക്കുള്ളൂ. എനിക്ക് കംഫർട്ടബിൾ എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേണുസുതി കുറെ വിവാദങ്ങൾ വീണ്ടും ഇറക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ആ വോയിസ് ഒന്ന് കേൾക്കാം. അതിനു മുന്നേ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽബട്ടനും കൂടി അമർത്തിക്കോളൂ കേട്ടോ. എന്ന് വെച്ചിട്ടൊരു വിളിപ്പേര്. അതുപോലെ ഇപ്പൊ ഒരു പുതിയ പേര് വന്നിട്ടുണ്ട്, നിക്കർ വിധവ. കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ വിളിക്കാൻ കാരണം എന്താണെന്നായിരിക്കും ചേച്ചിയുടെ ഒരു? ഞാൻ ഇത്രയുള്ള മറ്റേ ഷോർട്സ് ഇല്ല നിക്കർ ആയിട്ടുള്ള 2 റീൽ ചെയ്ത്, പിന്നെ എൻ്റെ ഒരു ആൽബത്തിൻ്റെ തലേന്ന് ഞാൻ അതാണ് ഇട്ട്. ഞാനത് പല ദിവസവും ഞാൻ ഇടും. എനിക്കിഷ്ടമുള്ള, എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഞാനിടും. അതിന് നിക്കർ വിധവയെന്ന് പറഞ്ഞ് കളിയാക്കിയ 2 മഹത് വ്യക്തികളുണ്ട്. ഒന്ന് SP വ്ളോഗ് എന്ന് പറഞ്ഞത് ഇങ്ങനെ ഇരുന്ന് ഒരുത്തി എനിക്കിട്ട് പറയുന്ന അവളും പിന്നെ അറിയാലോ താത്തയമ്മച്ചി. ഈ താത്തയമ്മച്ചി എന്ന് പറഞ്ഞ പുള്ളിക്കാരിക്ക് ചേച്ചിയുടെ എന്തെങ്കിലും മുൻവൈരാഗ്യം വല്ലതും? ആ സാധനത്തിന് എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുമില്ല. എനിക്ക് അവരുടെ മകനെ ഞാൻ കെട്ടാൻ പോയിട്ടില്ല, ഒന്നിനും ഞാൻ പോയിട്ടില്ല. ഈശ്വര, നിക്കർ വിധവെന്ന് അവരെ എനിക്ക് ചാർത്തി തന്ന പേരാണ്. പക്ഷേ ഞാൻ ഇതൊന്നും കേട്ട് തളരില്ല രാമൻകുട്ടി. ഞാൻ ഇനി നിക്കറിടും, ഡാൻസും കളിക്കും. ഇനി ഞാൻ കുറച്ച് പലതരത്തിലുള്ള പച്ച, നീല, ചുമല, കറുപ്പ് പലതരത്തിലുള്ള നിക്കർ ഞാൻ ഇട്ട് ഞാൻ ഡാൻസും ചെയ്യും, നൃത്തവും ചെയ്യും. അതാ ബിക്കിനി ഇടത്തില്ല. ഞാനത് പറഞ്ഞിട്ടുണ്ടല്ലോ, ബിക്കിനി ഇടത്തില്ല. രേണുസുതിയുടെ വേറൊരു വിറ്റ് നിങ്ങൾക്ക് കേൾക്കണോ? 2026. ഇത് 2026 അല്ലേ? ഇത് ഏതാ വർഷം? 2026. അപ്പൊ സുധിച്ചേട്ടൻ മരിച്ചത് എപ്പോഴാ? 2023-ലാണോ 22-ലാണോ ആണോ എന്ന് മറ്റുള്ളവരോട് ചോദിക്കുകയാണ്. അറിയില്ല. ഭർത്താവിനെ ഇത്രയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തി അല്ലെ, അത്രയും ഇഷ്ടമാണ്. മരിച്ച വർഷം പോലും ഓർമ്മിക്കാൻ പറ്റിയില്ല. തിരക്കല്ലേ രേണുസുതിക്ക്, അതിനൊന്നുള്ള നേരമില്ല. നിങ്ങളൊന്ന് ആ വോയിസ് നിങ്ങളൊന്ന് കേട്ടു നോക്കണം. സുധി എന്ന് പറഞ്ഞൊരു വ്യക്തി ഭയങ്കരമായിട്ട് മദ്യപിക്കുന്ന ഒരാളും അതുപോലെ തന്നെ പലരുടെ അടുത്തുനിന്നും കടം മേടിച്ച് നടന്നുകൊണ്ടിരുന്ന ആളാണ്. അയാളുടെ മരണത്തിന് ശേഷമാണ് എല്ലാവരും അയാളെ പുകഴ്ത്തുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും. അതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോ ചേച്ചി? കാരണം അത് സുചേട്ടനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്കൊന്ന് ക്ലിയർ ആകാൻ വേണ്ടിയാണ്. ഇത് ഏത് വർഷമാണ്? 2026, 2025, 2024, 2023. ഈ 2022 തോന്നുന്നു സുചേട്ടൻ മരിച്ചല്ലേ. 2022 മരിച്ച മനുഷ്യനല്ലേ. അതിനകത്ത് ഈ കമന്റിന് എന്ത് പ്രസക്തി? മരിച്ചവരെ നമുക്ക് സമാധാനത്തിനോടെ ഉറങ്ങട്ടെ, അതിനെപ്പറ്റി നമുക്ക് ചെകയല്ല. അടുത്ത വിറ്റാണെങ്കിൽ നിങ്ങൾക്ക് ചിരി വരിക കേട്ടോ. ബിഗ് ബോസിൽ പോയതിനു ശേഷം ശത്രുക്കൾ കൂടി എന്നാണ് പറയുന്നത് രേണുസുതിക്ക്. എന്താ വെച്ചാൽ അനുമോളൊന്നും തീരെ വിളിക്കാറില്ല പോലും. എന്താ വെച്ചാൽ അനുമോളെക്കാളും വലിയ സ്റ്റാർ ആണ് എന്നൊക്കെ ശാരിക KP തന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോ. എന്താ വെച്ചാൽ അനുമോള് വെറുതെ വീട്ടിലെ ചൊരുക്കുത്തിരിപ്പാണ്. നമ്മുടെ രേണുസുതിനെ പാറി നടന്ന് ബഹ്റിനിലും ദുബായിലും ഇനിയിപ്പോ UK പോവാൻ നിൽക്കുന്നു. അങ്ങനെ പാറി നടന്ന് ഉദ്ഘാടനങ്ങളും അതുപോലെ പ്രൊമോഷനും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അനുമോൾക്കൊന്നും ഒന്നുമില്ല. ആ ഫസ്റ്റത്തെ ഫെയിം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അനുമോള് ചൊരുക്കുത്തിരിക്കുകയാണ്
എന്നൊക്കെ ശാരിക KB തന്നെ പറയുന്നുണ്ട്, കൂട്ടുകാരി തന്നെ അല്ലെ. രേണുവിനെ പോലെ ഫെയിം ഒന്നും അനുമോൾക്കില്ല എന്ന് പറയുന്നു. ബിഗ് ബോസിന്റെ പട്ടം കൊണ്ടല്ല രേണുവിന് ഇത് കിട്ടിയത്, കഠിനാധ്വാനം കൊണ്ടാണ് എന്നാണ് ശാരിക KB പറയുന്നത്. ഓ, എന്ത് നല്ല പ്രസ്താവനയാണല്ലേ. അപ്പോൾ എപ്പോഴും തന്റെ രേണുസുതി എപ്പോഴും സജീവ ചർച്ചയാകാൻ ശ്രമിക്കുന്നുണ്ട്, അതാണ് അവളുടെ പ്ലസ് പോയിന്റ് എന്നൊക്കെ പറഞ്ഞ് ശാരിക KB വലിയൊരു പ്രസംഗം തന്നെ നടത്തിയിട്ടുണ്ട്. രേണുസുതി പറയുന്നതോ, എന്റെ പെർഫോമൻസ് കണ്ടിട്ട് എനിക്ക് അവിടെ നിന്ന് വിടണമെന്നില്ല ബിഗ് ബോസിന്, പക്ഷെ ഞാൻ ഇറങ്ങിപ്പോന്നതാണ് വീട്ടിലിരുന്നിട്ട് ഞാൻ 50 രൂപ തരുമെന്ന് തെണ്ടി പറയുകയാണെങ്കിൽ എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്. ഇതിപ്പോ ഞാൻ ബിഗ് ബോസിലൊക്കെ പോയി വർക്കൊക്കെ ചെയ്തത് കൊണ്ട് എന്നെ ആർക്കും ഇഷ്ടമല്ല എന്ന് പറയുന്നു. ആര് പറഞ്ഞു തെണ്ടാ രേണുസുതിയോട്? 50 രൂപ തരും, 100 രൂപ തരും തെണ്ടിയിരിക്കാനല്ല. ബാക്കി എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ തെണ്ടിയിരിക്കുകയാണോ? എല്ലാവരും വർക്കിന് പോയി ജീവിക്കുകയാണ്, അല്ലാതെ തെണ്ടിയിരിക്കല്ല. അതൊന്നും ഇല്ലാതെ മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് ഭാര്യയും ഭർത്താവും ഇരുന്ന് കരഞ്ഞ് നിലവിളിച്ച് കടം മേടിക്കുന്ന എല്ലാ വോയിസും ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അതിപ്പോ പറയുന്നത് എന്താണെന്നറിയോ? സുധിച്ചേട്ടന് വലിയൊരു ഫാൻസ് അസോസിയേഷൻ ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ് കടം മേടിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ കിച്ചുവിന്റെ സ്കൂളിൽ അന്ന് അവന് ചെറിയ വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. കിച്ചുവിന്റെ സ്കൂളിൽ ഈ വീൽ ചെയർ ഒക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട്, കാലിനും കയ്യിനൊക്കെ വയ്യാത്ത കുട്ടികൾക്ക് റാമ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ കൊടുക്കാൻ വേണ്ടി പൈസ പിരിച്ചിരുന്നു എന്നാ പറയുന്നത്. അങ്ങനെയാണ് ഇവർ കടം മേടിച്ചത്. നമ്മളൊക്കെ കേട്ടിരുന്നു അല്ലെ, 3000 രൂപ തന്നില്ലെങ്കിൽ ഞാൻ ആരാന്ന് നീ അറിയും, നീ എന്തിനാണ് ഞങ്ങൾ അങ്ങനെ പറ്റിക്കുന്നത്. അപ്പൊ രേണുസുതി പറയുന്നുണ്ട്, മകന് ബിസ്ക്കറ്റ് മേടിക്കണം, മകന് മറ്റുള്ളത് മേടിക്കണം. ഇത് റാമ്പ് സെറ്റ് ചെയ്യാൻ ഇപ്പോഴാണ് അറിയുന്നത് കേട്ടോ. ഇപ്പൊ വെളിവത്താക്കിയതാ, സത്യങ്ങൾ വെളിവത്താക്കിയതാണ് കേട്ടോ. ഓ, എന്തു നല്ല സത്യങ്ങളാണ്, ആരും കേട്ട തരിച്ചു പോകും. എന്നിട്ട് അവര് പൈസ തരാതെ ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ദേഷ്യം വരില്ലേ? രേണുസുതി പറയാ, അത് സുധിച്ചേട്ടന് ദേഷ്യം വന്നു പൈസ തരാതെ ആയിക്കഴിഞ്ഞപ്പോ. അതൊക്കെയാണ്, ആ വോയിസ് ഒക്കെയാണ് നിങ്ങൾ കേട്ടത് എന്നൊക്കെ രേണുസുതി ഇങ്ങനെ ന്യായീകരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായി രേണുസുതി. ഇനിയെങ്കിലും ആരുടെ ഇറക്കാതെ ജീവിക്കാൻ നോക്ക്. ആ ഇരന്ന് കിട്ടിയ പൈസ ഉണ്ടല്ലോ, ആ പൈസക്ക് തിരിച്ചു കൊടുക്കാനെങ്കിലും നോക്ക്. ഇപ്പൊ പൈസ അത്യാവശ്യമുണ്ട്, ലക്ഷക്കണക്കിന് രൂപയുണ്ടെന്ന് രേണുസുതി തന്നെ പറഞ്ഞു. അപ്പൊ ആ പൈസയൊക്കെ തിരിച്ച്, ഈ ഇരന്ന് മേടിച്ച പൈസകൾ മുഴുവൻ തിരിച്ചു കൊടുക്കും. സ്കൂളിൽ റാമ്പ് കെട്ടാനാണ് ഇത്രയും ഇരന്ന് മേടിച്ചത് പൈസ. എന്തിനാ ഇത്രയും നുണയൊക്കെ പറയുന്നത്? ഈ കടം മേടിച്ചെന്ന് പറയുമ്പോഴും അതിന്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ സുധിച്ചേട്ടന്റെ ഫാൻസ് അസോസിയേഷൻ എന്നുണ്ടായിരുന്നു. കൊല്ലം സുധി ഫാൻസ് അസോസിയേഷൻ, ഒരുപാട് പേരടങ്ങുന്ന ഫാൻസ് അസോസിയേഷൻ. അപ്പം അതിൽ കുറച്ച് കിച്ചു പഠിച്ചിരുന്ന സ്കൂള് 9ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പം, കിച്ചു ഇന്ന് 21 വയസ്സുള്ള കുട്ടിയാണ്, അന്ന് 14 വയസ്സേ ഉള്ളത്. 9ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പം ഒരു ഗവൺമെന്റ് സ്കൂളിൽ റാമ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ കൊടുത്തു. ഇതിന്റെ പേര് സൂചേട്ടൻ്റെ പേര്. അത് സൂചേട്ടൻ്റെ സ്വന്തമായിട്ട് കൊടുത്തതല്ല, റാമ്പ് സെറ്റ് ചെയ്യാൻ, കാല് വയ്യാത്ത കുട്ടികൾക്ക് വീൽ ചെയറിൽ പോകാൻ വേണ്ടി റാമ്പ് സെറ്റ് ചെയ്യാൻ. ഈ പൈസയുടെ കാര്യങ്ങളൊക്കെയാണ് ഇവർ ഈ കടവായിട്ടും മറ്റേതും മറിച്ചതിലും. പിന്നെ ഏതൊരു മനുഷ്യനാണെങ്കിലും ദേഷ്യം വരുമല്ലോ, ആവശ്യമില്ലാത്തതുകൊണ്ട് ദേഷ്യം വരും. സുധിച്ചേട്ടനും അത് ദേഷ്യം വന്നു, സുധിച്ചേട്ടൻ്റെ വോയിസും പുറത്ത് വിട്ടു, എൻ്റെ വോയിസ് എന്ന് പറഞ്ഞാൽ എൻ്റെ വോയിസ് വന്ന് പുറത്ത് വിട്ടായിരുന്നു. 2 വോയിസ്, അത് രണ്ടും അതിനകത്തൊരു സത്യമില്ലെന്നും അതിൻ്റെ സത്യാവസ്ഥകൾ അറിയാവുന്നവർക്കും അറിയാം. കടം മേടിച്ചു, അത് മേടിച്ചെന്നുള്ള അതിനെപ്പറ്റി ആ സമയത്ത് തന്നെ ഞങ്ങൾ അതിൻ്റെ സത്യാവസ്ഥ എല്ലാം പുറത്ത് വിട്ടിട്ടുള്ളതായിരുന്നു. അതെ, സത്യാവസ്ഥ മുഴുവൻ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഇതാണ് രേണുസുതിക്ക് എല്ലാം ഭവിക്കുന്നത്, നെഗറ്റീവായി ഭവിക്കുന്നത്. തോന്നിവാസങ്ങൾ മുഴുവൻ വായെടുത്താൽ പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും കേട്ടതാണ് നിങ്ങളുടെ വോയിസ്. രേണുസുതി പറയുന്നതും സുധി പറയുന്നതും ഒക്കെ വോയിസ്, ഭീഷണിപ്പെടുത്തുന്നതും പൈസ തരാതെ മറ്റുള്ളവർ ഭീഷണിപ്പെടുത്തുന്നതും ഇതിനൊക്കെ വേണ്ടി ഇതൊക്കെ ഞങ്ങൾ കേട്ടതാണ്. പിന്നെ എന്തിനാണ് വെറുതെ ഓണം ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിനാണിത്? പിന്നെ അബോഷൻ്റെ കാര്യം കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നുണ്ട്. അതെന്തിനാണ്? അതൊരു പേഴ്സണൽ മാറ്ററാണ്. മറ്റുള്ളവർ അത് കുത്തിപ്പൊക്കേണ്ട ആവശ്യമില്ല. അവർക്ക് അബോഷൻ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് എന്താണ്? അതിനെക്കുറിച്ച് നമുക്ക് ചോദിക്കേണ്ട ആവശ്യമേ ഇല്ല. അവർക്കോ അവരുടെ വീട്ടുകാർക്കോ അവരുടെ കുടുംബ വീട്ടുകാർക്കോ മക്കൾക്കോ പ്രശ്നമില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളവർക്ക് എന്താണ് പ്രശ്നം? അതും പറഞ്ഞുകൊണ്ട് കുറേ യൂട്യൂബേഴ്സ് ഇരുന്ന് മാന്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലെനിക്ക് യാതൊരു അഭിപ്രായവുമില്ല കേട്ടോ. അവരെന്താ വെച്ചാൽ ചെയ്യട്ടെ. പിന്നെ എല്ലാവർക്കും അറിയാം അവരെന്തിനാണ് ഗൾഫിൽ പോകുന്നത് എന്ന് അവർ തന്നെ പറയുന്നത്. നമുക്ക് ആർക്കും ഒന്നും അറിയില്ല അവരെന്തൊക്കെ പ്രൊമോഷന് വേണ്ടി പോകുന്നത് തന്നെയാണെന്ന് അറിയാം. അല്ലാതെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. നമ്മളതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുമില്ല, എന്ത് കാര്യത്തിലാണ് പോകുന്നത് എന്ന് പറഞ്ഞിട്ടുമില്ല. നമ്മൾ ശാന്തിയുള്ള ദിനേശ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വരുന്നുണ്ട്. പക്ഷെ നമുക്കതിൻ്റെ നിജസ്ഥിതി അറിയാത്തതുകൊണ്ട് നമ്മളൊന്നും പറയുന്നില്ല. അതെന്താണെന്ന് വെച്ചാൽ പോവേര് എന്താ വെച്ചാൽ ആവട്ടെ. പിന്നെ ആൽബത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാനുണ്ട്. കാരണം ബെഡ്റൂം സീൻ എടുത്തത് ആൽബത്തിൽ കുത്തിക്കയറ്റാൻ തന്നെയായിരുന്നു എന്നാണ് പറയുന്നത്. അത് കുത്തിക്കയറ്റാൻ പറ്റിയില്ല ആൽബത്തിൽ. അതുകൊണ്ട് തന്നെ അതെന്ത് പ്രൊമോഷന് വേണ്ടി കൊടുത്തു എന്നാണ് പറയുന്നത്. 2 തരം വർത്തമാനം പറയുന്നു. ആൽബത്തിന് വേണ്ടി എടുത്തു, എന്നിട്ട് അത് വീണ്ടും അത് കുത്തിക്കയറ്റാൻ പറ്റാണ്ട് പ്രൊമോഷന് വേണ്ടി എടുത്തു. അപ്പോൾ എന്തിനാണ് കുത്തിക്കയറ്റാൻ പറ്റാത്ത സീനുകളൊക്കെ എന്തിനാണ് ഈ എടുക്കുന്നത്? പിന്നെ ആർക്കും നഷ്ടമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ എന്താ ചെയ്തു. പക്ഷെ നമ്മളുടെ ഇടയിൽ ജനങ്ങളുടെ ഇടയിൽ നിന്നിട്ട് ഈ തരത്തിലുള്ള കള്ളങ്ങൾ വന്ന് പൊഴിയരുത്. അതെല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ ഒരു വട്ടം പറഞ്ഞതല്ല പിന്നെ പറയുന്നത്. നിങ്ങൾ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞു.
കേരളക്കര മുഴുവൻ കേട്ടതാണ് നിങ്ങൾ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും വന്ന് പറയുന്നു ഞാൻ മുസ്ലിം പയ്യനെ കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന് പറയുന്നു. ഇതൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് ദോഷമായി ഭവിക്കുന്നത്. നിങ്ങളൊന്നുമില്ല, നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി നിങ്ങൾ ജീവിച്ചോളൂ. നിങ്ങളെ സഹായിച്ച ലക്ഷ്മി നക്ഷത്ര, നിങ്ങളെ സഹായിച്ച ഫാദർ ഫിറോസ്, അതുപോലെ തന്നെ മുടി ശരിയാക്കി തന്ന ആൾക്കാർ, മറുനാടൻ മലയാളി, വീടുണ്ടാക്കി തന്നതും മതിൽ കെട്ടി തന്നതും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് പൈസ തന്നവർ, നിങ്ങൾക്ക് ഒരുപാട് പേപ്പർ വർക്കുകൾ ചെയ്ത് തന്നവർ, ഇവരൊക്കെ നിങ്ങൾ തള്ളി പറഞ്ഞിട്ടേ ഉള്ളൂ. എല്ലാവരെയും കുറ്റം മാത്രം പറയാൻ വേണ്ടി നാവ് തുറക്കുക. നിങ്ങളുടെ കാര്യങ്ങൾ നോണ പറയാൻ വേണ്ടി മാത്രം നാവ് തുറക്കുക. അതാണ് ജനങ്ങൾക്ക് മുഴുവൻ നിങ്ങളോടുള്ള ദേഷ്യം. നിങ്ങൾ അതൊക്കെ മാറ്റി സാധാ ആളുകളെ പോലെ, സാധാ ആക്ടേഴ്സിനെ പോലെ, ഹീറോയിൻസിനെ പോലെ നിങ്ങൾ പെരുമാറൂ.